ആളുകളിലേക്ക് വിഹിതം വെച്ച് കൊടുത്ത് അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മുടെ കമ്പനിക്ക് ഇല്ല എന്ന് ആദ്യം വരുന്നതായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതിൽ വന്നവർക്കൊക്കെ ജോയിൻ ചെയ്തവർക്കൊക്കെ ആ വിഷയങ്ങളൊക്കെ അറിയും. അപ്പോൾ നമുക്ക് ഹലാലായ രൂപത്തിൽ തന്നെ ഈ ബിസിനസ് നടത്താൻ കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളെല്ലാവരും ആ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കിയിട്ട് ഇന്ന് മീറ്റിങ്ങിന് വന്ന എല്ലാവരും ഇനി വരാനിരിക്കുന്നവരൊക്കെ ഇൻഷാ അള്ളാ നമ്മളെ ലീഡേഴ്സും മറ്റു ആളുകളൊക്കെ പറയുന്നത് കേട്ട് നല്ല നിലക്ക് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. സ്നേഹബന്ധങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏതായാലും നമ്മൾ ആദ്യം തന്നെ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഇതിൽ എത്തിപ്പെട്ടതാണ്. നമ്മളൊരു പേസ്റ്റ് ഉപയോഗിച്ച് മൊണവീക്കം മാറി. അതുപോലെ നമ്മുടെ ലിവഗൈൻ ഉപയോഗിച്ച് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറിയപ്പോൾ എന്നാൽ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ബന്ധപ്പെട്ടവര് ഇങ്ങനെ പലർക്കും ഇങ്ങനത്തതായ പ്രയാസങ്ങൾ ഉണ്ടല്ലോ. ആ പ്രയാസങ്ങൾ അവർക്ക് മാറ്റി കൊടുത്താൽ ആ മാറിയതായ അവസ്ഥയിൽ അവരെന്നും നമ്മളൊരു ഓർക്കലുണ്ടാകും. ആ എന്റെ അസുഖം മാറിയത് ഇന്നയാള് ഇന്ന പ്രൊഡക്റ്റ് തന്നിട്ടാണ് എന്നുള്ളതായ ഒരു വിചാരവും ആരോട് കൂടെ റബ്ബിനെ അവർ സ്തുതിക്കുമ്പോൾ നമുക്കും അതിന്റെ ഒരു പ്രതിഫലം കിട്ടുമല്ലോ. എന്നാൽ നമുക്ക് അതിലേക്ക് എത്തിച്ചു എന്നൊരു ഉപകാരം നമ്മൾ ചെയ്തു, മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. അവനവന്റെ പൈസ കൊടുത്ത് അവനവൻ വാങ്ങിയതാണ്. പക്ഷെ നമ്മൾ മുഖാന്തിരം അവർക്ക് അവരുടേതായ പ്രയാസം മാറുക എന്ന് പറഞ്ഞ വലിയൊരു നന്മയുള്ള കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഏത് ബിസിനസ് ആയാലും ഒരു കച്ചവടമായാലും വാഹനമായാലും എന്തെന്നെ ആയാലും അതിലേക്കൊക്കെ ആളുകൾ വേണം. ആളുകളില്ലാഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കൂല. നമ്മുടെ നാട്ടിലുള്ളതായ കച്ചവടമാണെങ്കിൽ അതിലേക്ക് ആളുകൾ വരാൻ വേണ്ടി പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. എന്നതുപോലെ നമ്മോടൊപ്പം ആളുകൾ വന്നാൽ അവർക്ക് ഉപകാരം ഉണ്ടാകും, അതോടൊപ്പം നമുക്കും ഉപകാരം ഉണ്ടാകും. ഇങ്ങനത്തെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. എത്തിപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനിയുടെ പ്രത്യേകതയാണ് ഇതിൽ 3 പെടലുകളാണ്. ഒന്ന് ആദ്യം തന്നെ എത്തിപ്പെടല. രണ്ടാമത് എത്തിപ്പെട്ടാ പിന്നെ കുറച്ചൊരു കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മളെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്താൽ മൂന്നാമതായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ രക്ഷപ്പെടലോടെ എത്തിയാൽ നമുക്ക് പിന്നെ നമ്മൾ ഫ്രീ ആണ്. നമ്മൾ ഫ്രീ ആണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് വരും. ഏതായാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതോടൊപ്പം ഒരു എളുപ്പം ഉണ്ടാകുന്ന ഖുർആനിലുണ്ടല്ലോ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാകും. അതുപോലെയാണ്. എന്നാലും ആദ്യം നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് എത്തി വരുമ്പോൾ ആദ്യം മണലിൽ ചവിട്ടുന്ന മാതിരിയാ. കടപ്പുറത്ത് പോയിക്കാണ്ട് നമ്മള് നാട്ടിൻ പ്രദേശത്തുള്ള ആളുകള് കടപ്പുറത്ത് പോയി ആ കടപ്പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ 2 കാല് പിന്നോട്ട് വെക്കുന്നതിന് സ്റ്റെപ്പ് മുന്നോട്ട് പോവില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ആ കടപ്പുറത്ത് പന്ത് കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. എന്താ വെച്ചാൽ അവര് പരിശീലനം നടത്തി സ്ഥിരമായിട്ട് അവിടെ കളിക്കുന്നവരാണ്. അവർക്ക് ആ പന്ത് കളിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നമ്മളാണെങ്കിൽ ഓടിയാലോ മുന്നോട്ട് വീഴാന്നല്ലാതെ നടത്തം മുന്നോട്ട് പോവില്ല. അപ്പൊ ആദ്യം നമുക്ക് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പിടിച്ചു വലിക്കാന് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കൂട്ടുകാരൊക്കെ ഓടിപ്പോയി കുടുങ്ങണ്ട എന്നുള്ള ചിന്താഗതി ആയിരിക്കും. ഏതായാലും നമ്മുടെ കൂട്ടുകാരോ പലരും പറഞ്ഞ് പിന്നോട്ട് വലിക്കാനുള്ളതായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരൊക്കെ ഇത് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജോലി എന്താ വെച്ചാൽ ഇതിനെ പറ്റി, നമ്മുടെ കമ്പനിയെ പറ്റി, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താല് അവരും നമ്മോടൊപ്പം മുന്നോട്ട് തന്നെ പോരും. അപ്പൊ നമ്മുടെ കാല് പിന്നോട്ട് നമ്മളെ പിന്നോട്ട് പിന്തിരിപ്പിക്കുന്ന പലരും ഉണ്ടാവും. പലതായ കാരണങ്ങൾ പറയും. ഇതിന്റെ മസാലകള്, വിധിവിലക്കുകള്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യൂട്യൂബിൽ അടിച്ചാൽ ഇതിന്റെ മസാലകളും കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയും. നമുക്കൊക്കെ ആലോചിച്ചാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സാധാരണ ഒരു കച്ചവടം പോലത്തെ ഒരു കച്ചവടം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളും
അതുപോലെ നമ്മൾ പോലത്തെ ധാരാളം ഉസ്താദന്മാരും ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല ഒരു പ്രവൃത്തി ആയി നമുക്കിത് കണക്ക് കൂട്ടാൻ കഴിയും. അതോടൊപ്പം ഒരു സാമൂഹിക പ്രവൃത്തിയും ചാരിറ്റി പ്രവൃത്തിയൊക്കെ നമ്മുടെ നെയ്യത്തോട് പറയും. നമ്മുടെ എന്തിനും ഒരു നല്ല നെയ്യത്ത് ചെയ്താൽ, നല്ല ഉദ്ദേശത്തോട് കൂടെയാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമാണ്. അതോടൊപ്പം ഉപയോഗിക്കുന്നവർക്കും ഉപകാരപ്രദമാകും. നമുക്കതിനെ കൂലിയും കിട്ടും. ഒരാളുടെ പ്രയാസം മാറ്റി കൊടുത്താല് നമുക്ക് കഴിയുന്ന പ്രകാരം നമുക്ക് സാമ്പത്തികമായിട്ട് അവരെ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിക്കോണമെന്നില്ല. അവ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അവരും സാധനം ഉപയോഗിച്ച് അവരുടെ അസുഖം മാറുകയും അതോടൊപ്പം അവർക്ക് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവരെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് അവരൊക്കെ സഹായിക്കാനും കഴിയും. ഇങ്ങനെ ചാരിറ്റി ആയിട്ടും എല്ലാ നിലക്കും നമുക്കിത് നമ്മുടെ നിയ്യത്ത് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ള മൈ ലൈഫ്. നമുക്കറിയാം നല്ല റൂട്ടുകൾ ഇതിനുണ്ട്, ധാരാളം റൂട്ടുകൾ. നമുക്ക് GTS-നൊക്കെ പോകുമ്പോൾ കാണാം നല്ല ഒരു ആളുടെ മുൻപിൽ നല്ലൊരു ഹൈവേ ഇങ്ങനെ കാണാം. ആ ഹൈവേയുടെ നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വാക്കർത്ഥം. ഏതായാലും സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് നമ്മൾ ഐഡിയും കാര്യങ്ങളും ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരാളോടും ഒരു 5 പൈസയും അതിനൊന്നും വാങ്ങുന്നില്ല. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാല് രോഗിയായിട്ട് വന്ന് നമുക്ക് ഡോക്ടറായിട്ട് മടങ്ങാൻ പറ്റും. ഞാനിപ്പോ ഒരു രോഗിയായിട്ട് അഥവാ ഒരു മോണവീക്കം, ഒരു ഗ്യാസ്, ഇങ്ങനത്തെ 2 കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഇതിൽ വന്നത്. ഇത് രണ്ടും മാറി. അപ്പൊ അതിന്റെ ഡോക്ടർ ഞാനായിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊടുക്കുമല്ലോ. അപ്പൊ അവരെ പ്രയാസം പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലീഡേഴ്സ് ഉണ്ടല്ലോ. എന്തിനും ഏതിനും ലീഡേഴ്സ് നമ്മളൊപ്പമുണ്ട്. ലീഡേഴ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തേക്കും എത്താൻ കഴിയും. അപ്പൊ നമുക്ക് എന്തിനും ലീഡേഴ്സിനോട് ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ വട്ടം അവരോട് ചോദിച്ചാൽ ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കൊടുത്ത, നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളുടെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് മാറി കിട്ടിയ ആൾക്കാർ എത്രയോ നമ്മളെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നതാണ്. ചിലപ്പോ നമ്മള് അതിന്റെ ശേഷം അവരെ കണ്ടിട്ടേ ഉണ്ടാവൂല. എന്നാലും അവർ ഇപ്പോഴും ചിന്തിക്കുന്നതാണ്, ആ ഇന്നൊരാള് നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നതുകൊണ്ട് നമുക്കത് വലിയൊരു ഉപകാരമായല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സുഖം ഇതിനുണ്ട്. നമ്മൾ തന്നെ പിന്നെ ഇതിനെ കൂടെ നമ്മളെ കളിയാക്കാൻ ആൾക്കാരുണ്ടാകും, മോശമാക്കാൻ ആൾക്കാരുണ്ടാകും. ഇതൊന്നും നമ്മൾ എന്താവരുത്, മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്ക് നമ്മളതായ റൂട്ട് ഉണ്ട്. ആ റൂട്ട് കണ്ടുപിടിച്ചാൽ പിന്നെ ആ റൂട്ടിലൂടെ തന്നെ പോകണം. ഇപ്പൊ നമുക്കറിയാം നമ്മളെ ഹൈവേ ഒക്കെ വന്നു, ഓപ്പൺ ആവാൻ നിൽക്കാം. ഹൈവേ മേലെ അങ്ങോട്ട് വാഹനം കയറ്റിയാൽ പിന്നെ അപ്പുറത്തുള്ള വാഹനക്കാരനെ നമ്മൾ നോക്കണ്ട. വൺ സൈഡ് അല്ല, നമ്മള് സ്പീഡിൽ പോകണമെങ്കിൽ ട്രാക്ക് മാറ്റി നമുക്ക് പോകാൻ പറ്റും. മുന്നിലുള്ള വാഹനം പോയിട്ടേ നമുക്ക് പോകാവൂ എന്നൊരു ചിന്താഗതി ഒന്നും വെക്കാതെ നമുക്ക് എത്രത്തോളം ബിസിനസ്സിൽ മുന്നേറാൻ കഴിയും, സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കാം. വിശാലമായിട്ട് കോടാനക്കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന കമ്പനിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ളത്. ഒരു 5 പൈസക്കും മുടക്കില്ലാതെ. ഇനി വാഹനം ഓടിക്കുന്നത് നമ്മുടെ കടമയാണ്. അത് ഏത് സൈഡിലുള്ള റോഡിലാണോ, അല്ല പോക്കറ്റ് റോഡിലാണോ, അതിന്റെ സർവീസ് റോഡിലാണോ, അല്ലെ ഹൈവേമേ കയറിയിട്ട് ഏറ്റവും അപ്പുറത്തുള്ള ട്രാക്കിൽ കയറണോ, ഏത് ട്രാക്ക് കൂടെ എങ്ങനെയൊക്കെ സ്പീഡിൽ ഏതൊക്കെ നിലക്ക് ഓട്ടണം തീരുമാനിക്കൽ നമ്മളാണ്. ഡ്രൈവർ നമ്മളാണ്. നമുക്ക് ഇതിലുണ്ടല്ലോ ബോസ് ഇല്ല, മറ്റു കാര്യങ്ങളില്ല, എല്ലാം പറയണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് എത്രയും പെട്ടെന്ന് മുന്നോട്ട് ഗമിക്കാൻ, അടുത്തടുത്ത റാങ്കുകൾ ചേഞ്ച് ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിച്ചാൽ കഴിയും. നമുക്ക് അതിനുള്ളതായ പക്വതയും പാകതയും മറ്റു കാര്യങ്ങളും ട്രെയിനിങ്ങും എല്ലാം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എപ്പോഴും ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ലീഡേഴ്സിന്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയും. നമ്മൾ കാണുന്ന, നമ്മൾ
ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാല്, ഇപ്പൊ ഒരാളെ കണ്ടുമുട്ടിയാൽ പരിചയപ്പെടുക. പരിചയപ്പെട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി അതാ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം പരിചയപ്പെട്ടാൽ ഒരാൾ എങ്ങനായാലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞോണ്ടേ നിൽക്കും. അപ്പൊ അവരെ പ്രയാസങ്ങളും നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കണം, നമ്മളെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തണം. ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏതായാലും അവർ നമ്മളൊപ്പം ഉണ്ടാകും. അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ടാകും. അപ്പൊ അവരവരെ പ്രയാസം പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ അത് ഉപയോഗിച്ച് നമ്മോടൊപ്പം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് പല ആളുകളെയും എത്തിക്കാൻ കഴിയും. നമ്മൾ കാരണമായിട്ട് അവർക്ക് ഉന്നത ജീവിത നിലവാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ, നല്ല ഓപ്പർച്യൂണിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കഴിയും. അങ്ങനത്തെ നല്ല ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമ്മൾ അറബിയിലുണ്ടല്ലോ, യദുല്ലാഹി അലൽ ജമാ, കൂട്ടിപ്പിടിച്ചാൽ ഒരു ജമാഅത്തിന്റെ ഒരു കൂട്ടത്തിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. കൂട്ടി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഒപ്പമുള്ള ആളുകളെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും കൂടെ നിന്ന്, നമ്മളും അവരും കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം, എല്ലാ റാങ്കുകളും ചേഞ്ച് ചെയ്യാനും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും പറ്റും. എല്ലാത്തിനും കൂട്ടമായ പ്രവർത്തനത്തിനും കൂട്ടമായ പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും പ്രതിഫലം കൂടുതലാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടത്തിൽ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റും മെച്ചവും നമ്മളോട് പറയുന്നതും ആവശ്യപ്പെടുന്നതും. അതേ പ്രകാരം തന്നെയാണ് മൈലൈഫ്. നമ്മൾ കൂട്ടമായി ചെയ്താലേ അതിൻ്റെതായ എല്ലാ റിസൾട്ടുകളും എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഞാനിപ്പോ ഓമാനൂര് ഒരു കട തുടങ്ങി. ഒരു കട തുടങ്ങി. അത് ഞാൻ എന്നോട് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു 100 റുപ്യക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ അതിന് നേരെ അപ്പുറത്തുള്ള ടൗണിൽ വേറൊരു കട തുടങ്ങി. അതും വേറൊരാൾക്ക് 100 റുപ്യക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നും വൈകുന്നേരം 100 റുപ്യ തരണം. അതിന്റെ അപ്പുറത്ത് അങ്ങനെ നമ്മൾ എത്ര കട വെക്കുന്നോ അതിൽ നിന്നൊക്കെ ഓരോ 100 രൂപ വന്നാല്, ഞാൻ ഇടവണ്ണ ഓമാനൂരിൽ നിന്ന് കൊണ്ടോട്ടി എത്തുന്നതിന് മുമ്പായിട്ട് ഒരു 10ഓ 15ഓ കടകള് ആദ്യം സെറ്റ് ചെയ്താൽ അതിൽ നിന്ന് 1000 1500 രൂപ എനിക്ക് വരും. അത് ഒരു കടമയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 100 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ നമ്മളോടൊപ്പം പലതായ ആളുകളെയും എത്തിച്ച് അവരോടൊക്കെ ബിസിനസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരും നമ്മളും കൂടിച്ചേർന്ന് ബിസിനസ് ചെയ്താൽ ഇഷ്ടംപോലെ വരുമാനവും നമുക്ക് ഉണ്ടാക്കാൻ ഇതിൽ കഴിയും. എല്ലാ വിഷയത്തിലും ആളുകൾ കൂടുമ്പോൾ തന്നെ, അംഗസംഖ്യ കൂടുമ്പോൾ തന്നെയാണ് രാജ്യങ്ങളായാലും പ്രവർത്തനങ്ങളായാലും കമ്പനികളായാലും എല്ലാത്തിനും മെച്ചം കിട്ടുക. രാജ്യത്തിന്റെയും ഒരു മെച്ചം അവിടെ ജനസംഖ്യ കൂടുക എന്നുള്ളതാണ്. ആ ജനസംഖ്യ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് വേണ്ടതായ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉണ്ടാകണം. ആ രാജ്യത്ത് കഴിയും എന്നതുപോലെ നമ്മുടെ ജോലി നൽകുക എന്നുള്ളത് നമ്മുടെ കമ്പനി ഏറ്റെടുത്തതാണ്. ജോലി ചെയ്യുക എന്നുള്ളത് നമ്മളും ഏറ്റെടുത്താൽ നമുക്ക് വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഇതില് ധാരാളം നമുക്ക് ലാഭങ്ങൾ കിട്ടും. പക്ഷെ വെറുതെ ആർക്കും എന്താവില്ല, ലാഭം കിട്ടൂല. വെറുതെ കിട്ടുന്ന പൈസ നമുക്ക് ഒരിക്കലും ഹലാലാകൂല. അതിനൊക്കെ വേറെ പല പേരുകളും പറയും. മണി ചെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വഴി പോകും. നമ്മൾ ജോലി ചെയ്ത് ആ ജോലിക്കുള്ളതായ പ്രതിഫലമായിട്ടാണ് നമുക്ക് കമ്പനി തരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഹലാലാണെന്ന് നമുക്ക് എന്താക്കാം, വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഈ ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് നടത്തുന്നത് വെച്ചാല്, നമ്മളെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തിയാല് ആ ഹോം മീറ്റിങ്ങിലേക്ക് നമ്മുടെ വീട്ടുകാര്, നമ്മുടെ അയൽവക്കക്കാര്, നമ്മളെ ബന്ധക്കാര് ആരൊക്കെ വിളിച്ചു, അവരെ വീട്ടിലൊക്കെ എല്ലാരും എല്ലാ ദിവസവും പല്ല് തേക്കുന്നവർ തന്നെ. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് അവർ പേസ്റ്റ് വാങ്ങിക്കോളും. എല്ലാവരും വീട്ടില് പാത്രം കഴുകുന്നുണ്ട്,
നമ്മളെ വീട്ടിൽ നിന്ന് ഡിഷ് വാഷിന്റെ കട്ടേ അല്ലെ അതിന്റെ ലിക്വിഡോ കാര്യങ്ങളോ വാങ്ങിക്കോളും. എല്ലാ വീട്ടിലും ബാത്റൂം കഴുകുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ടോയ്ലറ്റ് ക്ലീനർ വാങ്ങിക്കോളും. അപ്പൊ നമ്മൾ ഒരു ഹോം മീറ്റിംഗ് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടുകാർക്ക് തന്നെ. വീട്ടിൽ വന്ന് തന്നെ കച്ചവടം നടത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെയും കഴിയും. എല്ലാ നിലക്കും നമ്മൾ സാഹചര്യം ഒരുക്കൽ നമ്മളെ ബാധ്യതയാണ്. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വാഹനം വേണം. വാഹനം ഉണ്ടാക്കലും അത് പറഞ്ഞൊപ്പിക്കലും അത് ശരിപ്പെടുത്തലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ കയ്യിൽ എപ്പോഴും മൂർച്ചയുള്ള ആയുധം ഉണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ അത് ക്ലിയർ ആക്കാൻ കഴിയും. നമുക്കറിയാം റോട്ടില് ഓരോ പോസ്റ്റ് കാണാം. ആ പോസ്റ്റുമേലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകൾ ഉണ്ടാവും. ലൈറ്റ് ഉണ്ടാകുമ്പോൾ റോട്ടിലൂടെ നമ്മളെ ടോർച്ചും കാര്യങ്ങളും ഇല്ലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തേ? ഓരോ പോസ്റ്റുമേൽ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഒന്നിന്റെ കാഴ്ച മറയുമ്പോഴേക്ക് അടുത്ത ലൈറ്റ് നമ്മൾ മുന്നിലെത്തും. അത് പ്രകാരം നമ്മൾ ഓരോന്നും ഇങ്ങനെ പഠിക്കുകയും അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് അത് പകർന്നു കൊടുക്കുകയും അവരെ ബിസിനസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്താൽ നമുക്കൊക്കെ നല്ല നിലയിൽ വിജയിക്കാൻ കഴിയും. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ മുന്നോട്ടുള്ളതായ ഗമനത്തിന് അത് ഏറ്റവും നല്ല സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. നമുക്കറിയാം, നമ്മുടെ ഒരു കത്തിയായിട്ട് ഒരാൾ കാട്ടിലിറങ്ങുകയാണെങ്കിൽ, എന്നും മൂർച്ച കൂട്ടി ഇറങ്ങുകയാണെങ്കിൽ അതുണ്ടാകും. ഒരുപാട് മരങ്ങൾ വെട്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ, കാട് വെട്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. മൂർച്ച കൂട്ടാതിരുന്നാൽ അതുകൊണ്ട് എത്ര വെട്ടിയാലും കൈ വേദനാവുക എന്നല്ലാതെ വെട്ടൽ നടക്കും, കാര്യങ്ങൾ നടക്കൂല. എന്നതുപോലെ നമ്മൾ ഇതിന്റെ മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം നമുക്കൊപ്പം വന്നതായ ആളുകളെ മീറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ച് അവരെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുകയും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു ബിസിനസ് കഴിയും. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ മാർഗങ്ങൾ ഓരോരുത്തർക്കും പലതായിരിക്കും. എന്നാലും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ വാഹനം നിയന്ത്രണം കാര്യങ്ങൾ ഒക്കെ നമ്മുടേതാണ്. അപ്പൊ നമ്മൾ ഒരാളെ കാത്തിരുന്ന് അവര് വരട്ടെ അല്ലെങ്കിൽ ഇവര് വരട്ടെ എന്നുള്ളതായ ചിന്താഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് ഒരു വാഹനം കിട്ടിയിട്ടുണ്ട്, ആ വാഹനം എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളത്. അപ്പൊ വഴിയിൽ പല തടസ്സങ്ങളുണ്ടാകും. ആ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. വഴിയുള്ള തടസ്സങ്ങൾ പലതായിട്ട്, ഒന്നുകിൽ നമ്മളെ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരായിരിക്കും. ആരുമായാലും അവർ ആ തടസ്സങ്ങൾ മാറ്റൽ നമ്മളെ കമ്പനിയെ പരിചയപ്പെടുത്തിയിട്ടാണ്. കമ്പനിയെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് പല തടസ്സങ്ങളും വരുന്നത്. ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ കമ്പനിയുടെ പ്രൊഡക്റ്റും കമ്പനിയുടെ നിലവാരങ്ങളും കമ്പനി നമുക്ക് തരുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോടൊപ്പം ചേർന്ന് അവരും നമ്മുടെ ഈ ഗമനത്തിൽ ഒരു അംഗമായിട്ട് ചേരും. അത് നമുക്ക് വലിയ ഉപകാരവും പ്രതീക്ഷയും ആശ്വാസവുമായിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വിട പറയും. ഈ നാട്ടിൽ നിന്ന് പോവാനുള്ളവരാണല്ലോ. പോകുന്ന സമയത്ത് നമുക്ക് ഒരു നോമിനിയായിട്ട് നമ്മുടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവർക്ക് അതൊരു ഉപകാരപ്പെടും. നമുക്കറിയാം, നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ നോമിനിക്ക് അതിൻ്റെതായ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. അപ്പൊ നോമിനിക്ക് കിട്ടുക എന്നുള്ളത്, ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണെങ്കിലും ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പകുതി കിട്ടും, ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യക്ക് പകുതി ശമ്പളം ഉണ്ടാകും. എന്നാൽ നമ്മളില് അങ്ങനെയല്ല. ഈ വർക്ക് ചെയ്യുന്ന ആരാണോ അവർക്ക് എത്ര കിട്ടുന്നുണ്ടോ, അവരുടെ വരുമാനം എന്താണോ അത് തന്നെയാണ് നോമിനിക്കും കിട്ടുക. നമ്മളെല്ലാവരും ഐഡിയ അടിക്കുമ്പോൾ നോമിനി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് ചെയ്താൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ധാരാളം ഉസ്താദുമാരുണ്ടാകും. അപ്പൊ അവനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഹറാമായ ഒരു സംഗതിയും ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ പീടികകളിൽ പോയിട്ട് നമ്മൾ 10 രൂപേന്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ
ആ ബിസ്ക്കറ്റ് നമ്മൾ പീഡിയക്കാരനോട് അറിയാത്ത മാതിരി ഇതിനെത്ര വില എന്ന് ചോദിച്ചാൽ അതിന്മേൽ വില ഉണ്ട് എന്നാ പറയാം. നമുക്കതൊന്ന് മറിച്ച് നോക്കിയാൽ അതിന്മേൽ വില കാണും. 10 രൂപ. ആ 10 രൂപ നമ്മൾ കടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നേരെ അപ്പുറത്തുള്ള ടൗണിൽ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും അവർ വാങ്ങിയിട്ടുണ്ടാവാം. ആ വാങ്ങിയ സാധനം 8 രൂപക്കോ 9 രൂപക്കോ ആയിരിക്കും. അതിന്റെ അപ്പുറത്തെ ഹോൾസെയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ളത് അത് 8 രൂപക്കോ 7 രൂപക്കോ ആയിരിക്കും. അതിന്റെ ഇടയിലുള്ളതായ ആളുകൾക്ക് കൊടുക്കുന്ന വരുമാനം കമ്പനി നേരിട്ട് നമുക്ക് തരുന്നു. ഈ ഒരു മാറ്റം മാത്രമാണ് ഇതിലുള്ളത്. അപ്പൊ എല്ലാവരെയും നല്ല നിലയിൽ ജീവിത നിലവാരം ഉയർത്തുക എന്ന നല്ലൊരു സതുദ്ദേശമാണ് കമ്പനിയുടെ പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. അതിലൊരു അംഗമാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും നമ്മുടെയൊക്കെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഹറാമല്ല ഹലാലാണ് എന്നുള്ളതായ സാധാരണ നമ്മളെ നാട്ടിൽ നടക്കുന്ന കച്ചവടം എന്താണോ അതന്നെയാണ് ഈ കച്ചവടം എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഓൺലൈനാണ്. അത് നമ്മുടെ എല്ലായിടത്തും കച്ചവടം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മളെ നാട്ടിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അവരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുന്നില്ല. നമ്മളല്ലെങ്കിൽ മറ്റൊരാളെ മുഖേന നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുന്നത് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഞാന് എന്റെ കുടുംബക്കാരെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും, എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ആരെ തന്ന് ചോദിക്കുമ്പോ എന്റെ അടുത്തുള്ള താത്തന്നോ അല്ലെ ചേച്ചിന്നോ അല്ലെ ചേട്ടനെന്നോ ആരെങ്കിലും തന്നതായിട്ടായിരിക്കും പറയാം. എന്തേ നമുക്കത് കൊടുത്തുവിടായിരുന്നോ? നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ നമുക്ക് കൊടുക്കാൻ നമ്മളവിടെ എത്തിയിട്ടില്ല. നമ്മളെ മടി കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ നമ്മളെ കുടുംബക്കാരൻ ആ മീറ്റിങ്ങിൽ എണീറ്റ് നിന്നിട്ട് ബ്രോൺസ് ആയതോ സിൽവർ ആയതോ അല്ലെങ്കിൽ സ്റ്റാർ ആയതോ TC ആയതോ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ആലോചിക്കും അവരെ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ. നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാന് നമ്മുടെ കമ്പനിയിലേക്ക് വരാന് നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ കുടുംബത്തില് നമ്മുടെ കൂട്ടുകാരില് പലരും ഉണ്ട്. പക്ഷെ അവരിലേക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി എത്തിക്കാത്തത് കൊണ്ട് അവരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പൊ അവരും ആരും അമാന്തിച്ച് നിൽക്കാതെ അഥവാ ആലോചിച്ച് നിൽക്കാതെ നമ്മളെ കയ്യിൽ കിട്ടിയതായ ഈ പ്രൊഡക്റ്റും അതുപോലെ ബിസിനസ് അവസരവും മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി അവരെയൊക്കെ ഈ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്കും അവർക്കും ഉപകാരമാകും. ഇനി നമ്മൾ ഒരു പക്ഷെ നിർത്തിപ്പോയി എന്ന് പ്രതീക്ഷിച്ചാൽ അവര് നിർത്തിയിട്ടില്ല. നമ്മുടെ മുമ്പിലുള്ളതായ പലരും നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നും ഈ വിഷയത്തിനില്ല. അഥവാ മുന്നിൽ ഒരാളില്ലെങ്കിൽ പിന്നിൽ ആൾക്ക് നിൽക്കാൻ പറ്റൂല എന്നുള്ളത് ഇതിന്റെ ബാധകല്ല. ട്രെയിന് മാതിരി ട്രെയിന് മുമ്പിൽ ബോഗിയുണ്ട്. എഞ്ചിനിന്റെ കൊളത്തിയാണ് എന്താണ് ഓരോ ബോഗികളും വരുന്നത്. എഞ്ചിൻ വേർപെട്ടാൽ പിന്നെ ബോഗികൾക്ക് സ്വയം മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഇതിനങ്ങനല്ല. എല്ലാം എഞ്ചിനുകളാണ്. ആ ഓരോ എഞ്ചിനും ഓരോന്നിനോടും ഇങ്ങനെ സാമ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വരികയെന്നേ ഉള്ളൂ. ആ മുന്നിലെ എഞ്ചിൻ ഇല്ലെങ്കിൽ ബാക്കിലെ എഞ്ചിൻ പ്രവർത്തിച്ചോളും. വിമാനത്തിനൊക്കെ എക്സ്ട്രാ വെച്ച മാതിരി നമ്മുടെ മുന്നിലെ ആളില്ലെങ്കിലും പിന്നിലെ ആളില്ലെങ്കിലും സൈഡിലെ ആളില്ലെങ്കിലും നമുക്ക് എന്താക്കാം ഒറ്റക്ക് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിന് കഴിയും. അങ്ങനത്തേതായ ബൈലമാണ് നമ്മുടെ കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം ആളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടിപ്പിടിക്കുമ്പോൾ ഒപ്പത്തിന് ആളുണ്ടാകുമ്പോൾ നമുക്കത് എളുപ്പമാണ്. ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നാണല്ലോ. അപ്പൊ സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല വിജയങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പൊ നമ്മുടെ മീറ്റിംഗിൽ 363 ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, നമുക്ക് പറ്റിയ നല്ല ഒരു ബിസിനസ്സാണ്. ഒരു നിലക്കും ഇതിൽ മറ്റ് പ്രയാസങ്ങളോ ചതികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ലതൊക്കെ കൊണ്ടുപോകാനും കഴിയും, നമ്മുടെ വീട്ടുകാർക്ക് ഉപയോഗിക്കാനും കഴിയും. അതോടൊപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയും മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും നല്ല നിലക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് എന്ത് പ്രയാസപ്പെട്ടാൽ എൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞ് മാത്രം ഞാൻ നിർത്താണ്. ഇപ്പൊ എനിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, 3 ബ്ലോക്ക്. അത് 2 എന്തായിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതിന്റെ കൂടെ ഈ ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് പ്രത്യേകത ഉണ്ട്. അടുത്തുള്ള ബെഡിലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് പരിചയപ്പെടും. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന അതിലല്ലോ.
അടുത്തുള്ള ആൾക്കാരെ പെട്ടെന്ന് പരിചയപ്പെടും. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അവിടുന്ന് തരുന്ന മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ വെൽഹാർട്ട് കഴിച്ചു. ആ കഴിക്കലോട് കൂടെ പ്രയാസങ്ങളൊക്കെ മാറി. എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്തിരുന്ന പലർക്കും ഞാൻ വിളിച്ചിരുന്നു. അവർക്കൊക്കെ ഊരവേദന, പെരടി വേദന, കൈവേദന ഇത് 2, 3, 4 മാസം തുടർന്നു കൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസേ വന്നില്ല. പിന്നെ അതിന്റെ കൂടെ വെൽഹാർട്ട് കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വെൽഹാർട്ട് കഴിക്കലോട് കൂടെ ആ പ്രയാസങ്ങൾക്കൊക്കെ എന്തായി മാറ്റം വന്നു. എനിക്ക് കൈവേദന, മുട്ടുവേദന അല്ലെങ്കിൽ പെരടി വേദന മറ്റു കാര്യങ്ങളൊന്നും വരാതെ വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ നമുക്ക് ആർക്കായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും. അനുഭവിച്ചറിയുമ്പോൾ വളരെ ധൈര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഞാൻ പണ്ടൊരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, എൻ്റെ മദ്രസയിൽ വരുന്ന കുട്ടി, ദൂരത്തുള്ളതെല്ലാം ഞാൻ പിന്നെ കാണാതെ കൊടുത്തതൊന്നുമില്ല, ഇപ്പോഴും വരുന്നുണ്ട്. വരുന്ന കുട്ടിക്ക് നടക്കാൻ കഴിയാതെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് അതിനൊരു മാറ്റം ലക്ഷങ്ങൾ കണക്കിന് ഉറുപ്യ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു മാറ്റം നടക്കാൻ കഴിയില്ല. എടുത്തു കൊണ്ടുപോകണം. അല്ലെങ്കിൽ വേറെ ഒരാള് നല്ല സഹായം വേണം. ചെറിയ സഹായം പോരാ, രണ്ട് ഭാഗത്തും സഹായം വേണം. അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമ്മുടെ 95ഉം, കുട്ടി പറഞ്ഞാൽ ഒരു 10-12 വയസ്സുണ്ട്, 95ഉം അതുപോലെ നമ്മുടെ 95 തന്നെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 95 തന്നെ കൊടുത്തിട്ട് ആ കുട്ടി നടന്ന് അതുപോലെ ചാമ്പ്യതയിലായിരുന്നു. 95ഉം ചാമ്പ്യതയിലും അത് കൊടുത്തിട്ട് ഇപ്പോ അവരുടെ വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളിലേക്കും മദ്രസയിലേക്ക് സ്വന്തം നടന്നു പോകുന്നുണ്ട്. അഥവാ വയനാടും കിടത്തി ചികിത്സയും 6 മാസത്തെ ഓരോ കോഴ്സുകളും വയനാടായിട്ടും കോഴിക്കോടിന്റെ ഏതൊരു ഭാഗം പറഞ്ഞിരുന്നു, അവിടൊക്കെ കിടത്തി ചികിത്സ 6 മാസം നിന്നിട്ട് ചികിത്സ നടത്തും. എന്നിട്ട് പോലും പ്രയാസം മാറാതെ ലക്ഷക്കണക്കിന് രൂപ അതുവഴി കടങ്ങൾ പോയി എന്നല്ലാതെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിന് മാറ്റം വന്നത്. ഇപ്പൊ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ സ്വന്തമായിട്ട് പോകുന്നുണ്ട്. ആ പ്രയാസങ്ങള് 90% മാറി എന്നുള്ളതാ. ചിലപ്പോ ആ കുട്ടിയുടെ രക്ഷിതാവും ഈ മീറ്റിംഗ് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും. അപ്പോ ഉള്ളത് നമുക്ക് എന്ത് പ്രയാസമാണെങ്കിലും അതിനനുസരിച്ചുള്ള കോമ്പിനേഷനിൽ കൊടുക്കണം, സാധനം കൊടുക്കണം എന്നേ ഉള്ളൂ. അതിന് നമ്മൾ ലീഡേഴ്സ് നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ. ഏത് കോമ്പിനേഷൻ നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ മോർണിംഗ് മീറ്റിംഗിൽ എത്തിയാലും നമ്മളിങ്ങനെ റിസൾട്ട് ഓരോരുത്തരും പറയുമ്പോൾ അത് എഴുതി വെച്ച് അതിലൂടെ നമുക്ക് എന്താക്കാം, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനം ഒന്നുകൂടി നമ്മൾ വന്നപ്പോ ഇല്ലാത്ത ഒരുപാട് പേര് വന്ന് ചേർന്നിട്ടുണ്ട്. അവർക്ക് ഒരു പരിചയപ്പെടുത്തൽ കൂടി. ഞാന് ഓമാനൂര് സ്വദേശിയാണ്, കൊണ്ടോട്ടിയുടെ അടുത്താണ്. ഒരു പള്ളിയിൽ മദ്രസയിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ മൈ ലൈഫും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ജോലിക്കൊന്നും ഒരു തകരാറുമില്ലാതെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. എൻ്റെ ഓർഗനൈസേഷനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് പുതിയതായിട്ട് DTC എന്ന ഈ നല്ലൊരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് എൻ്റെ ലീഡേഴ്സിന്, നമ്മുടെ നാട്ടിലുള്ള ഉസ്മാൻ ഉസ്താദ്, അതുപോലെ വാപ്പുട്ടി, അതുപോലെ ചെറു സാറ്, റഫീസ് സാറ്, ഉമർ സാറ്, ഇങ്ങനെയാണ് എൻ്റെ ലീഡേഴ്സ് ഇങ്ങനെ പോരുന്നത്. അതുപോലെ എൻ്റെ കൂടെയുള്ള ഓർഗനൈസേഷനായിട്ട് വരുന്ന പലരും ഉണ്ട്, കട്ടക്ക് സപ്പോർട്ട് വെക്കുന്ന ആൾക്കാർ. അവരോടൊക്കെ സപ്പോർട്ടോട് കൂടെ തന്നെയാണ് ഈ റാങ്കിലെത്തിയത്. അവർക്ക് വളരെ നന്ദിയോടുകൂടെ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. ജയ് മൈ ലൈഫ്. എന്താ ഇപ്പൊ നമ്മള് ഉസ്താദിന് കൊടുക്കുക? ഉസ്താദിന് ഇങ്ങനെയൊന്നും കൊടുത്താൽ പോരാ. എല്ലാരും തമ്പുകളും കയ്യടികളും ആയിട്ട് മുനീർ സാറിന് നല്ല ഒരു നന്ദി പ്രകടിപ്പിക്കണം നമുക്ക്. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ആരായിരിക്കും ഉസ്താദിന്റെ ലീഡേഴ്സ്? ഞാൻ തുടക്കം മുതൽ എനിക്ക് പരിചയമില്ലാത്ത ആളാണല്ലോ. അപ്പോ ആരായിരിക്കും? പിന്നെ ലാസ്റ്റ് ആണ് ഇപ്പൊ നമ്മള് ചേറൂർ സാറും റഫീഖ് സാറും അങ്ങനെയുള്ള ഒരു വലിയ പ്രഗത്ഭരായ നിരയാണ് ലീഡേഴ്സ് എന്ന് മനസ്സിലായി. അപ്പോ ഏതായാലും പ്രഗത്ഭന്മാരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഇദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്ത ലീഡേഴ്സ് ആയിരിക്കുമല്ലോ എന്തായാലും. കാരണം ഈ ഉസ്താദ് ഇപ്പൊ നമ്മുടെ മൈ ലൈഫിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം കൂടുകയാണ്.
കാരണം എന്താന്ന് വെച്ചാല് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ ഉസ്താദിന് ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റ് കൂടിയൊക്കെ ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ എന്തായാലും കുറച്ചുകൂടിയൊക്കെ സംസാരിക്കാമായിരുന്നു അല്ലേ? ഏതായാലും കുഴപ്പമില്ല, റിവ്യൂ പറയാനൊക്കെ ഒരുപാട് ആളുകൾ വരും ഇൻഷാ അള്ളാ. അപ്പൊ ഉസ്താദ് നമുക്ക് പറഞ്ഞത്, മെയിനായിട്ട് പറഞ്ഞത്, രോഗിയായി വന്നിട്ട് ഡോക്ടറായിട്ട് തിരിച്ചു പോകുന്ന, അതായത് മാറുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോ ഓരോരുത്തരും. ഇതിൽ ഒരുപാട് ആളുകൾ അപ്പോ ഈ എന്നിട്ട് ആ ഡോക്ടർക്ക് പിന്നെ ഓരോരോ റാങ്ക് നമ്മൾ കൊടുക്കുകയാണ്. TC, ATC, DTC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാങ്കിലൂടെ പിന്നെയാണ് നമ്മൾ ഈ ഡോക്ടർ സഞ്ചരിക്കുന്നത്. അപ്പൊ ഒരു രോഗിക്ക് മറ്റൊരു ഡോക്ടറായി മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടുകാർക്ക് കളിയാക്കലേ ഉള്ളൂ, ഡോക്ടറെ പോണോ വൈദ്യരത് പോണോന്നൊക്കെ. പക്ഷെ ഇവിടെ സത്യത്തില് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഉസ്താദ് പറഞ്ഞത്, ഒരു നമ്മള് നാഷണൽ ഹൈവേനോടാണ് നമ്മുടെ ഈ ബിസിനസ്സിനെ ഉസ്താദ് ഉപമിച്ചത്. അതായത് ഒരു 6 വരി പാതയുള്ള, അല്ലെങ്കിൽ ഒരുപാട് വലിയ ഒരു ഹൈവേ കൂടെ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ സർവീസ് റോഡ് കൂടെ മെല്ലെ കയറി ഏത് ട്രാക്കിലൂടെയാണോ, ആർക്കാണോ ഓടേണ്ടത്, ആർക്കാണോ സ്പീഡിൽ യാത്ര ചെയ്യേണ്ടത്, അപ്പോ അവർക്ക് അവരുടേതായ ശൈലിയിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഉമർ ഉസ്താദ് ഫാസ്റ്റ് ട്രാക്കിലൊക്കെ കയറി ഓടിയത്. ഏഹ് അതുപോലെ അതുപോലുള്ള ഉസ്താദുമാരൊക്കെ, അഷ്റഫ് ദാരാനി ഉസ്താദ്, അങ്ങനെയുള്ള ഉസ്താദുമാരും ഒക്കെ ഇതിൽ വളരെ വേഗത്തിൽ തന്നെ ഒരുപാട് വലിയ പൊസിഷനിൽ എത്തിയ ആൾക്കാരാണ്. അപ്പൊ ഓരോരുത്തർക്കും നമുക്ക് ഇപ്പോ 5 വർഷമായിട്ടും 7 വർഷമായിട്ടും ഒക്കെ ഇപ്പോഴും ATCയിലും DTCയിലും ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ സർവീസ് റോഡും കൂടി മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപമയ ഉസ്താദ് നടത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ മറ്റൊന്ന് പറഞ്ഞാല്, ഇപ്പോ ഉസ്താദ് പിന്നെ പറഞ്ഞത്, കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഒരു നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു ജമാഅത്തായിട്ട് നല്ലൊരു കാര്യം ആര് ചെയ്യുകയാണെങ്കിലും അവരെ കൂടെ അള്ളാഹു ഉണ്ടാവും എന്നാ പറഞ്ഞത്. ദൈവം എന്ന് പറഞ്ഞ ശക്തി അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാർ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിർത്തി നിശ്ചയമായിട്ടും ഉണ്ടാവുമെന്നാണ് അപ്പൊ ഉസ്താദ് നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തന്നത്. അപ്പോ നമ്മള് എന്തിനാണ് മാറി നിൽക്കുന്നത്, അല്ലെ? ഒറ്റക്കൊറ്റക്ക് നമുക്ക് പിന്നെ എന്താ തന്നിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ ഒരു ഏതൊരു പദ്ധതിയാണെങ്കിലും അതിന്റെ ഒരു പ്രകാശം മറ്റുള്ളവരിലേക്കൊക്കെ പകർത്തിക്കൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലേക്കാകുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഉസ്താദ് മറ്റൊന്ന് പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞത് ഹറാമായിട്ടുള്ള ഒരു സംഭവം, ഓക്കെ, ഹറാമായിട്ടുള്ള ഒരു സംഭവം ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, ആരോഗ്യപരമായിട്ടാണ് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇതിൽ സാമ്പത്തികപരം മാത്രമല്ല, ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ഇതിൽ ബെനിഫിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കമ്പനി, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഉസ്താദിന് ചിലപ്പോ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദിന് മൈ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു വാക്ക് പോലും അറിയാൻ സാധ്യതയില്ല ഈ കമ്പനിയിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പോ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉസ്താദിനെ പരിശീലിപ്പിച്ച് ഉസ്താദ് അതിന്റെ ഒരു ആർജവം നേടിയെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഇത്രയും ഉസ്താദ് സംസാരിക്കാൻ കാരണം. അപ്പോ ഉസ്താദിനെ ഒരു ലീഡറാക്കി മാറ്റുന്നതിൽ ഈ ഒരു ലീഡേഴ്സിന് വളരെ നല്ല പങ്ക് ഉണ്ട്. അപ്പോ അതിനൊക്കെ അതിന്റെയും പിന്നെ ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ അത് സെയിൽ ആവുന്നതിലൂടെയുമാണ് കമ്പനി ഉസ്താദിനും ഉസ്താദിന്റെ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും അവരുടെ ലീഡേഴ്സിനൊക്കെ കമ്പനി ശമ്പളം അല്ലെ ബോണസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ ഒരു അസാധ്യമായ റിസൾട്ട്, നമ്മുടെ പ്രൊഡക്ട്സിന്റെ അസാധ്യമായ റിസൾട്ട് ഉസ്താദ് പറയുണ്ടായി. 12 വയസ്സ് കുട്ടി പരസഹായം ഇല്ലാതെ നടന്നിരുന്ന, പരസഹായം കൊണ്ട് മാത്രം നടക്കാൻ പറ്റിയിരുന്ന, 2 സൈഡിൽ നിന്നും ആളുകൾ പിടിച്ചുകൊണ്ട് മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ കൊണ്ടു ചെന്നിരുന്ന ഒരു കുട്ടി നമ്മുടെ 95-ഉം ചാമ്പി തൈലവും ഉപയോഗിച്ച് ഇപ്പൊ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ കുട്ടി ഒറ്റയ്ക്ക് മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നാം കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അതല്ല, ഈ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ തന്നെ മാലോകരിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട അവസ്ഥ. കാരണം അത്രയും അമേസിങ് റിസൾട്ട് ഉള്ള പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിന്റെയോ പേരിൽ വെറുതെ മൂലയ്ക്ക് ചടഞ്ഞിരിക്കുകയും ഒരു സജീവമല്ലാതിരിക്കുകയും നമ്മുടെ തന്നെ ഭാവി നമ്മൾ നശിപ്പിക്കുകയും
അതിന് ഒരു വെള്ളവും വളവും കൊടുക്കാതെ നമ്മൾ അങ്ങനെ മൂലക്കിരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്തിനാണ് നമുക്ക് എന്തെങ്കിലും മുടക്കുണ്ടോ? നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും മുടക്കുണ്ടോ? ആരെങ്കിലും നമുക്ക് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്ക് ഇതിന്റെ പിന്നെ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങേണ്ടിയുണ്ടോ? ഇല്ല. നമുക്ക് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കമ്പനി നമ്മുടെ കയ്യിലേക്ക്, അതും 120-ൽ പരം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കമ്പനി തന്നിട്ടുണ്ട്. നമ്മൾ ആ വഴി ചിന്തിക്കേണ്ടതേ ഇല്ല. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, അതും ലീഡേഴ്സിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ കൂടി ചെയ്യേണ്ടതേ ഉള്ളൂ. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, മറ്റുള്ളവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഓക്കെ, ഞാൻ വീണ്ടും നമ്മുടെ മുനീർ ഉസ്താദിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോ ഇതിന്റെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ മൗലാന ഉസ്താദിനെ. ഗുഡ് മോർണിംഗ്. കേൾക്കാം റസാഖ് സാർ? യെസ് കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നത്തെ ക്ലാസ് പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഏവർക്കും കേൾക്കാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല സരളമായ രൂപത്തിൽ വളരെ ഉദാഹരണ സഹിതം ജനങ്ങളെ മനസ്സിലേക്കാണ് മുനീർ സാദി അല്ലെങ്കിൽ മുനീർ ദാരിമി ഉസ്താദ് ഇട്ടുകൊടുത്തത്. ഞാൻ ചിന്തിച്ചു, അങ്ങനൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇത്രയും വളരെ ലളിതമായ രൂപത്തിൽ, സരളമായ രൂപത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ നോവിക്കാതെ ഇങ്ങനെ ചെല്ലുന്ന രൂപത്തിലേക്ക് വർഗശേഖരിക്കാൻ പോവുകയാണ്. എന്റെ കാലുവേദന ഉണ്ടായപ്പോ അല്ലെങ്കിൽ ഊരവേദന ഉണ്ടായപ്പോ എന്റെ ഭാര്യക്ക് മുട്ട് തേയ്മാനം ഉണ്ടായ സമയത്ത് ഞാൻ ഇന്ന ഉൽപ്പന്നം കൊടുത്ത് അത് മാറിയിട്ടുണ്ട്, നിങ്ങൾക്കും വേണ്ടി അത് ഉപയോഗിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ആ കോൺഫിഡൻസ് കിട്ടുന്നത് ഒറിജിനലായി മീറ്റിംഗിൽ കിട്ടുള്ളൂ. മീറ്റിംഗ് നല്ലാതെ നമുക്ക് കിട്ടാൻ മാർഗമല്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അദ്ദേഹം അത് എടുത്തു പറഞ്ഞത്. മൂർച്ചുള്ള കത്തിയുമായി കൊണ്ട് വേണം കാട്ടിൽ കയറാൻ, വിറക് ശേഖരിക്കാൻ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ റബ്ബറൈസർ ചെയ്ത റോഡിൽ കൂടി ഓരോരുത്തർക്കും പല രൂപത്തിൽ വണ്ടി ഓടിക്കാം. ഇങ്ങോട്ട് വണ്ടി വരുന്ന പ്രശ്നമല്ല. 4 വരിപ്പാതയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാതയിൽ കൂടി യഥേഷ്ടം വണ്ടി വിടാൻ കഴിയുമെങ്കിൽ ശക്തമായിക്കൊണ്ട് മുന്നേറാം. നമ്മുടെ ബിസിനസ് ശക്തമായിക്കൊണ്ട് നമുക്ക് മുന്നേറണമെങ്കിൽ യഥാർത്ഥമായ ആ നമ്മുടെ പാതയിൽ കൂടി മാത്രം ഇഷ്ടമുള്ള പാത തിരഞ്ഞെടുത്ത് ഓടാം. കാരണം പറയാൻ, നിങ്ങളുടെ കടയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5000 റുപ്യ നിങ്ങൾ ഒച്ച ചെയ്യുമുണ്ടായി, ഞാൻ കൂടി നിങ്ങളുടെ കടയിൽ ജോലി സമയത്ത് ഒരു 10000 റുപ്യ ബിസിനസ് കിട്ടിയ സമയം എന്റെ കാരണം കൊണ്ട് 5000 വർദ്ധിച്ചാൽ അന്ന് വൈകുന്നേരം പോകുമ്പോൾ 100 റുപ്യ നിങ്ങൾ ചാവിടിച്ചോളെ, വണ്ടിക്കൂലിക്ക് ഉപയോഗിച്ചോളെ, എന്റെ ശമ്പളത്തിന് പുറത്ത് തരും. കാരണം കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ അത് എന്നെ പാരിതോഷികം എന്ന് പറയാം. ആ പാരിതോഷികം സ്വീകരിക്കുന്ന എവിടെയാണ് തെറ്റ്? ഏത് മേഖലയില്ലാത്ത നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ മാസികകളും മറ്റും വിൽപ്പന ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഈ തന്ത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതൊന്നും തെറ്റായിട്ട് നമ്മൾ കാണാൻ കഴിയില്ല. അതൊന്നും തെറ്റുമല്ല, അതൊക്കെ നല്ലതാണ്. അധ്വാനിച്ചുള്ള കൂലി ഒപ്പിച്ചു കൊടുക്കലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ നല്ല ക്ലാസ് ആയിട്ടുണ്ട്. അർത്ഥവത്തായ രൂപത്തിൽ കൂടി നമുക്ക് അത് പകർത്തി തന്നിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. വെൽക്കം സുനിൽ കുമാർ സാർ. സാറിനെ മൈക്ക് എടുക്കാം. നല്ലൊരു ശുഭദിനം നേരുന്നു. കൂടുതലൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട മുനീർ ദാരിമി ഉസ്താദ് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം അറിയിക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. നമ്മൾ പുതിയ ആളുകളിലേക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് സമയം കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ സമയമില്ല. അതായത് സന്തോഷമാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. അതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറൂല നമ്മൾ ഹോസ്പിറ്റലിലായാലും. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും റെസ്റ്റിലാണുള്ളത്. അദ്ദേഹം തീവ്രമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ പ്രോഡക്റ്റാണ്. ആ പറഞ്ഞത് 100% സത്യമാണ്. കാരണം അതിലൊക്കെ ഞാൻ സാക്ഷിയുണ്ട്. അതെ, ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതും ഓക്കെ. ഇതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ മണലിൽ കൂടി, അതായത് കടപ്പുറത്ത് കൂടി നടന്നു പോകുന്ന ഒരവസ്ഥ പറഞ്ഞ അദ്ദേഹം. ഏതൊരാൾക്കും ആദ്യമായിട്ട് വരുന്ന സമയത്ത് എത്ര മുന്നോട്ട് പോയാലും കാല് പൂണ്ടു പോയിക്കൊണ്ടേയിരിക്കും, നടത്തത്തിന് സ്പീഡ് കിട്ടൂല. അത് വെച്ച് നമ്മൾ ഈ ബിസിനസ്സിനെ അളക്കരുത്, അതാണ് അദ്ദേഹം പറഞ്ഞത്.
കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താവും, ശീലമാവും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടില്ലേ കടപ്പുറത്ത് എന്നതുപോലെ ഓടിക്കളിക്കാൻ കഴിയും. പക്ഷേ അതിന് പരിശീലിക്കാനുള്ള മാർഗങ്ങൾ പലതും ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹം വേങ്ങരക്കടുത്ത് ഒരു ഏരിയയിലാണ്. തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കും. അദ്ദേഹത്തെ നാട്ടിൽ പോകുമ്പോൾ അവിടെയും പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട്, അദ്ദേഹത്തിന്റെ പള്ളിയിലും ഉണ്ട്. ഇങ്ങനെ പള്ളിയും മദ്രസും രണ്ടും ഉള്ള ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. കാരണം ഒരു നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തിലേക്ക് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷെ ഉള്ളതിൽ നല്ല തീവ്രത ഉള്ളത് കൊണ്ടാണ്, ഇത് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുക ഈ ഒരു സംസാരത്തിൽ. മുനിയദാരിയുടെ സംസാരം നന്നായിരുന്നു, മുനിയദാരി വളരെ ഉഷാറായി എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ വിജയിക്കുക. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഗുണം വല്ലാതെ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. റസാഖ് സാറിനും ഇന്ന് കേട്ട എല്ലാവർക്കും അത് കുടിച്ചപ്പോഴായ അദ്ദേഹത്തിന് ആ ബോധ്യം ശരിക്കും മനസ്സിലായി. ആ ബോധ്യം ഇന്ന് നമ്മളെ മീറ്റിങ്ങിലൂടെ അവതരിപ്പിച്ചു. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പം എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം. നാളെ രാവിലെ ഇന്നൊരു വെള്ളിയാഴ്ച എന്നുള്ള ഓർമ്മയില്ലാതെ തന്നെ ഞാൻ ഇന്നലെയും എന്ത് ചെയ്തത്, ഒരു 95ഉം അതുപോലെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ, എന്തായാലും റസാഖ് സാർ MC നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. പിന്നെ ഇന്നെടുത്ത സാറിന്റെ ക്ലാസ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സാർ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെൽഹാർട്ടിനെ കുറിച്ചിട്ടും 95നെ കുറിച്ചിട്ട് സാർ പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ തോന്നിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഉമ്മാക്ക് ഇതേപോലെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് സ്റ്റഡ് ഇട്ടിട്ടുണ്ട്, ബ്ലോക്ക് ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അധിക നാളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു കമ്പനിയിൽ വന്നപ്പോ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനിപ്പോ അടുത്ത് എൻ്റെ ഉമ്മാനായിട്ട് ഉമ്മാക്ക് ഞാൻ 95ഉം അതേപോലെ വെൽഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ ഉമ്മാനായിട്ട് പോയപ്പോ ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഉമ്മയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഇതിലും വലിയ സന്തോഷം എനിക്കൊന്നും പറയാനില്ല. അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് വളരെ ഗുഡാണ്. അതേപോലെ ലീഡേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും കമ്പനീനെ കുറിച്ചിട്ടാണെങ്കിലും ഒരുപാട് സന്തോഷമാണ് ഈ ഒരു കമ്പനിയിൽ വന്നത്. പലവരും പല ഭാഗത്തുനിന്നും അതുണ്ട്, ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴൊന്നും എൻ്റെ മനസ്സിലൊന്നും അത് ഓടുന്നില്ല. എനിക്ക് ഈ മൈ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ നല്ല വിജയം കണ്ടെത്തണം. മറ്റുള്ളവർക്ക് ബിസിനസ്സിനേക്കാളും ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുത്ത് അവരെ ഇതിൽ കൂടെ കൂട്ടിപ്പിടിച്ച് ഈ ഒരു കമ്പനിയിലായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രോഗ്രാമിലോ മീറ്റിംഗോ ഒന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ലീഡേഴ്സിനെ കുറിച്ചിട്ട് ആ ഒരു വിശ്വാസം എന്നും നിലകൊള്ളുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക്. ഇതിലുള്ള എല്ലാവരോടും പറയാനുള്ള പ്രൊഡക്റ്റ് അടിപൊളിയാണ്, എങ്ങനെ യൂസ് ചെയ്താലും ഗുഡ് തന്നെയാണ് പറയാനുള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ലത് തട്ടെ. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു വെരി മച്ച് അമൽ മാഡം. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട്, 7 മണി കഴിഞ്ഞു. അപ്പോ ഒരാളും കൂടി ജസ്റ്റ് വളരെ ചുരുങ്ങിയ വാക്കുകളുടെ റിവ്യൂ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡിലേക്ക് പോവാം. അബൂബക്കർ സാർ, പ്ലീസ് വെൽക്കം. മൈക്ക് എടുത്തോളൂ. നമസ്കാരം. കേൾക്കുന്നില്ലേ? വാലൈക്കും സലാം. കേൾക്കുന്നില്ലേ? ആ, കേൾക്കാം. പിന്നെ നമ്മളെ റസാഖ് സാർ വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. സാധാരണ ഉള്ളതിലും കൂടുതൽ MC കൈകാര്യം ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മുനീർ ദാരിമി നേരത്തെ തന്നെ കണ്ടപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇരുത്തും പോലൊക്കെ കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു എന്തെല്ലോ ആനന്ദം തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ എല്ലാവരും റിവ്യൂ പറഞ്ഞാൽ മൗലാന സാറും അതുപോലെ ചെറു സാറും പാപ്പടി സാറും ഒക്കെ പറഞ്ഞത് ഏറെക്കുറെ വളരെ ഉഷാറായിട്ടുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, ഇതന്നെ ഞാൻ പറയാനുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ മുനിയല്ലാരമിന്റെ സുന്ദരമായ ആ വർത്തമാനെല്ലാം കേട്ട് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ഗ്രേറ്റ് ലീഡർ അയ്യൂബ് സാറിനെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം അയ്യൂബ് സാർ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു റസാഖ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ നാട്ടിലില്ല, വയനാട്ടിലാണ്. അപ്പം ഏതായാലും റേഞ്ചിന്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നന്നായിട്ട് കേൾക്കാൻ സാധിച്ചു. മുനീർ ദാരിമി ഉസ്താദിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ ചേറൂരിന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു ദിവസം ഒരു ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനായിരുന്നു പങ്കെടുത്തിരുന്നത്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഒഴുക്കോട് കൂടി കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തിനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്ന് സ്റ്റാറോ റൂബിയോ റാങ്കിലെത്തിയിട്ടേ ഉള്ളൂ. ഏതായാലും നമുക്കിന്ന് മോർണിംഗ് മീറ്റിലേക്ക് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഉസ്താദുമാർ മദ്രസ ഇല്ലാത്തത് കൊണ്ട് തന്നെ പങ്കെടുക്കുന്ന ദിവസമായതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷനിലേക്ക് ഞാനും പോയത്. ഏതായാലും അദ്ദേഹം ഇന്റർനെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വളരെ ഭംഗിയായിട്ട് യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരുപാട് വിലയേറിയ എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് വലിയ ഉയരങ്ങൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും ഒരുപാട് നല്ല റാങ്കുകളിലൊക്കെ എത്തിപ്പെടാനും ഈ മൈ ലൈഫിൽ കൂടെ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് MC കൈകാര്യം ചെയ്തിട്ടുള്ള റസാഖ് സാർ സാധാരണ ഒരു MC കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ മീറ്റിങ്ങിനെ ടോട്ടലി ഒരു ഏകോപിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇടപെട്ടു. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ മോർണിംഗ് മീറ്റ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റസാഖ് സാർ MC നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് ദിവസങ്ങളിൽ നമുക്ക് ഡെയിലി വരുന്ന ഒരുപാട് ഗസ്റ്റുകളാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ പോസിറ്റീവായിട്ട് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയ വിജയം ഉണ്ടാവും. ഞാൻ ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം RTC റാങ്കിലാണ്. നമ്മുടെ ഓർഗനൈസേഷൻ അല്ല, വേറൊരു ഓർഗനൈസേഷനാണ്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് കോഴിക്കോട് നെക്സസ് പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മുബിൻ സാറിന്റെ ഒരു എൻട്രി നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അങ്ങോട്ട് ഡോറിനടുത്തേക്ക് വന്നു. അപ്പോൾ ആ ഡോർ ഇൻചാർജ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ STC റാങ്കിലുള്ളത്, RTC ആയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ ഞാൻ മുബിൻ സാറിൻ്റെ കൂടെ കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ ടച്ചിങ് RTC ആണ്, പുതിയ ആളല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്ന് സംസാരിച്ച് നമ്പറൊക്കെ വാങ്ങി ഞാൻ അവസരം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം RTC റാങ്കിലാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. RTC അതായത് ഞാൻ RTC കഴിഞ്ഞു, NTC കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ടും കാരണം അദ്ദേഹം അത്രയും. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ച സമയത്ത് നമ്മളെ മോർണിംഗ് മീറ്റിലേക്ക് 2022 അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, സാർ നിങ്ങളെ മോർണിംഗ് മീറ്റ് ഇപ്പോഴും ഉണ്ടോന്ന്. അതായത് പല ടീമും മോർണിംഗ് മീറ്റ് തുടങ്ങാറുണ്ട്, അത് നിർത്താറുമുണ്ട്. നമ്മൾ മണിച്ചൻ കമ്പനി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പല ടീമും വലിയ ആഘോഷത്തോടു കൂടി മോർണിംഗ് മീറ്റ് തുടങ്ങും. എന്നിട്ട് അത് അവസാനം നാദരില്ല കളരിയായി. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോരുന്ന ഈ മോർണിംഗ് മീറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഗസ്റ്റിനെ സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്? ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, മൈ ലൈഫിൽ കൂടെ ഒരുപാട് വളർച്ച കൈവരിച്ചിട്ടുള്ള അവരൊരു പരിചയപ്പെടുന്ന ഞങ്ങളുടെ ടീമിൽ തന്നെ ഒരുപാട് ആളുകൾ റാങ്ക് മാറുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഓരോ ലീഡേഴ്സ് മാറി മാറി ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ യാദൃശ്യമായിട്ടാണ് തോന്നിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ടീമിന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഇത് തന്നെ ആയിരിക്കില്ലേ പ്രധാന ഘടകം എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിന്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോർണിംഗ് മീറ്റ് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞാൻ പറയാണ്, അവരുടെ ടീമിലൊക്കെ മീറ്റിംഗ് വെക്കാറുണ്ട്, ആഴ്ചയിൽ 1 വെച്ചാൽ പോലും ആളുകൾ വ്യക്തമായിട്ട് അത് ഏറ്റെടുക്കാറില്ല എന്ന്. അപ്പൊ അവിടെയാണ് നമ്മളെ മോർണിംഗ് മീറ്റിന്റെ വിജയം. ഇത്തരം ആളുകൾ ഇപ്പൊ ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യേണ്ട ആളാണ്, പക്ഷെ ഇന്റർനെറ്റിന്റെ ലഭ്യതയും അതേപോലെ ലാപ്പ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടൊക്കെ ഉസ്താദ് ആ ഭാഗം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ റസാഖ് സാറ് രാത്രി ലേറ്റ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്, അദ്ദേഹം ഓക്കെ എന്നാ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു ഫോട്ടോ ഇങ്ങോട്ട് വിടാനാ, MC ആവൂലെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ബന്ധങ്ങളുള്ള, ഒരുപാട് വലിയ സ്നേഹം തരുന്ന ആളുകളുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ വന്നത്, വെറും ബിസിനസ്സിലേക്ക് മാത്രമല്ല. അപ്പൊ എല്ലാ ആളുകളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, ബാപ്പട്ടിക്കാണ്ട്, മൗലാന ഉസ്താദ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഞാൻ വീഡിയോയിൽ കൂടുതൽ വരാൻ പറ്റിയിട്ടില്ല, എന്നോട് പണിക്കാരുള്ളത് കൊണ്ട് അവരുടെ കൂടെയാണ്. ഏതായാലും എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ മുനീർ ദാരിമി ഉസ്താദിന്, അദ്ദേഹത്തിന് കൊണ്ടുവന്ന ലീഡേഴ്സിനും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ വൈൻഡപ്പ് ചെയ്തിട്ട് അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ.